ശിവരാജ് ഗോകുൽ ഇതൊക്കെ പറയുമ്പോഴും കേട്ടോ, ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ആരോഗ്യ മേഖല ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും, അപര്യാപ്തതകളുണ്ട് എന്ന് പറയുമ്പോഴും, മരുന്ന് ക്ഷാമമുണ്ട് എന്ന് പറയുമ്പോഴും, ഇപ്പോൾ സ്റ്റെൻ്റ് അടക്കം രോഗികൾ പുറത്തേക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോഴും രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തെ വെച്ച് കേരളത്തിന് താരതമ്യമില്ല. 2020-21 ഏറ്റവും ഒടുവിലും നീതി ആയോഗിലും 19 വലിയ സംസ്ഥാനങ്ങളുടെ കണക്കിൽ കേരളം 1-ാം സ്ഥാനത്തുണ്ട്. അത് ചുമ്മാതല്ല, 24 പ്രധാന ഇൻഡിക്കേറ്ററുകൾ, ശിശുമരണ നിരക്ക്, ഈ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത്, ഇമ്മ്യൂണൈസേഷൻ കവറേജ്, ഇങ്ങനെ സമഗ്രമായ മാനദണ്ഡങ്ങൾ നോക്കി എത്ര തവണ നോക്കുന്നു, അപ്പോഴൊക്കെയും കേരളത്തോട് യു പിയോ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ആരോഗ്യരംഗോട് താരതമ്യമില്ല കേട്ടോ. അതുകൂടെ അംഗീകരിക്കണം യുവരാജ് ഗോകുൽ. തീർച്ചയായിട്ടും 1956 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് മുതൽ തന്നെ ഈ സ്റ്റാറ്റസുകളിലെല്ലാം കേരളം 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. 2025 എത്തുമ്പോഴും ദൗർഭാഗ്യവശാൽ കേരളത്തിന് 1-ാം സ്ഥാനം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഒരു 10-15 വർഷം കൂടി മറ്റ് സംസ്ഥാനങ്ങളെല്ലാം BJP ഭരിച്ചു വരുമ്പോൾ കേരളത്തിന് അതേ 1-ാം സ്ഥാനം നിലനിർത്തുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നുകൂടി എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ നിലവിലെ റേറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ UP-യിൽ 15 മെഡിക്കൽ കോളേജുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ 2 എയിംസ് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളിതിനെല്ലാം കണ്ണടച്ചാക്ഷേപിച്ച് മുമ്പോട്ട് പോകരുത്. കേരളം നിലവിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. അത് തുടർന്നും അനന്തകാലം അങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും വേണം. പക്ഷേ ആ ആരോഗ്യരംഗത്തെ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ മന്ത്രിമാർ. പണ്ടൊരു ഗവർണർ ഉണ്ടായിരുന്നു, നമ്മുടെ സിക്കന്ദർ ഭക്ത് എന്ന് പറഞ്ഞിട്ട്. BJP സർക്കാർ പണ്ട് വാജ്പേയി മരിക്കുമ്പോൾ വന്നിരുന്ന ഒരു ഗവർണറായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊന്നും പോകണ്ട, മെഡിക്കൽ കോളേജിലേക്ക് മാത്രം പോയാൽ മതിയെന്ന്. ഒടുവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് അദ്ദേഹം അണുബാധ കാരണം മരിച്ചു പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഹാഷ്മി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മോശം എന്നൊന്നുമല്ല. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന അത്രയും ദൂരത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ പറയുന്ന ഹാഷ്മി ആകട്ടെ, ഞാനാകട്ടെ, ഹാഷ്മി ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ മാസം എൻ്റെ അനിയന് രാത്രി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആളെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ OP കാർഡ് ഉൾപ്പെടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അകത്ത് കയറിയിട്ട് ഞാൻ കണ്ടത്, ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ബോർഡ് മാറ്റിയിട്ട് നരകം എന്നൊരു ബോർഡ് വെച്ചാൽ പോലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. രാത്രി 2 മണിയായപ്പോൾ ഞാൻ അവിടുന്ന് ആംബുലൻസ് വിളിച്ചിട്ട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യം വന്നു. കാരണം ബ്ലഡ് എടുക്കാൻ വരുന്നതാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തരുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പോകുന്നു. വഴിയിൽ ഇങ്ങനെ മൃഗങ്ങളൊക്കെ കിടത്തുന്ന പോലെ ആൾക്കാരെ കിടത്തിയിരിക്കുന്നത്, ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാന്നേ. നമ്മുടെ ബ്ലഡ് ഒരു 4 ഇതിലായിട്ട് എടുത്തിട്ട് അവർ തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ തരുവാണ്. ഏത് ഹോസ്പിറ്റലിലേത്? നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ട് പറയുകയാണ്, ഇത് തെക്കോട്ട് പോയിട്ട് വടക്കോട്ട് പോയിട്ട് അവിടുത്തെ റൂമിൽ കൊടുക്കുക, മറ്റൊന്ന് അപ്പുറത്ത് പോയിട്ട് തിരിഞ്ഞ് ഇടത്ത് തിരിഞ്ഞ് വലത്ത് തിരിഞ്ഞ് 4ാമത്തെ മുറി കൊടുക്കുക. ഒന്നും മനസ്സിലാകുന്നില്ല എന്നതിനകത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് സാഹചര്യം എന്ന് പറയുന്നത്. മനുഷ്യരെ പോലെയൊന്നും അല്ലാതെ അവിടെ ആൾക്കാർ ട്രീറ്റ് ചെയ്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഹാഷ്മി, അതിനകത്ത് പോയിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കണം. സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു മുഷിഞ്ഞ കർട്ടൻ, ആ കർട്ടനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1925-ലോ 50-ലോ എന്തോ അവിടെ ഇട്ടിട്ടുള്ളൊരു തുണിയാണത്. ആ തുണിക്കകത്താണ് ആൾക്കാർ, സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അത് ആൾക്കാർ സ്കാൻ ചെയ്യേണ്ടി വരുന്ന സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നോക്കൂ, നമ്മൾ ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്ത് തന്നെയാണ്, എല്ലാ ഇതിലും നമ്മൾ 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലുള്ള ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ ഇതൊക്കെ ഈ പര്യാപ്തങ്ങളുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ പാവം മനുഷ്യരുടെ നട്ടല്ലാണ്. ഈ പറയുന്ന അപര്യാപ്തകൾക്കിടയിലും രാജ്യത്ത് 1-ാം സ്ഥാനം നമ്മൾ നിൽക്കുന്നുണ്ട്. ഞാൻ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. തീർച്ചയായിട്ടും അല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഹാഷ്മി, ഇതൊന്നും അല്ല എന്നല്ല പറയുന്നത്. അല്ല, ഞാൻ താങ്കളുടെ നേർക്കുന്ന അനുഭവത്തെ ചോദ്യം ചെയ്തല്ല. അല്ല, എൻ്റെ നേർക്കുന്നേർ അനുഭവത്തിന്റെ കാര്യം മാത്രമല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞു വരുന്നത് 1956 മുതൽ നമ്മൾ 1-ാം സ്ഥാനത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലാണ്ട് നമ്മൾ 2025-ലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇടത് വലത് മുന്നണികൾ ഭരിച്ചു തുടങ്ങിയതിന് ശേഷമോ ഉള്ള സാഹചര്യം. നമ്മൾ ആ മേഖലകളിലെല്ലാം പക്ഷെ അവിടെ നിന്ന് നമുക്ക് എത്രത്തോളം മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്.